നമസ്കാരം. വോക്ക് ആൻഡ് ട്രിപ്സിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് നല്ല അടിപൊളി ഒരു മലയുടെ മുകളിൽ കാടിൻ്റെ ഒരു ഇടയ്ക്കാണ്. അത്ര വലിയ കാടൊന്നുമല്ല. നമ്മുടെ സിഗത്തോട് കഴിഞ്ഞതിന് ശേഷം ഗുരുനാഥൻ മണ്ണ് കുന്നം വഞ്ചിപ്പടിക്ക് അടുത്താണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ കാഴ്ചയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം. സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ നല്ല കാര്യങ്ങളുണ്ടാവും. ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് ആലുവാങ്കുടി ക്ഷേത്രം. പ്രസിദ്ധമായ ആലുവാങ്കുടി ക്ഷേത്രം ഇതിൻ്റെ തൊട്ട് അടുത്താണ്. ഏകദേശം ഒരു 3-4 കിലോമീറ്ററുകൂടെ മാത്രമേ ഉള്ളൂ. നല്ല കാട്ടിക്കൂടാണ് അതിൽ പോകുന്നത്. നല്ല ട്രക്കിംഗ് ഏരിയയാണ്. അപ്പം ഞങ്ങൾ പോകുന്ന സ്ഥലത്തിലേക്ക് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ തന്നെ അഭിപ്രായം പറയുക സ്ഥലം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം ലെറ്റ്സ് സ്റ്റാർട്ട്. നല്ലൊരു സ്ഥലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞങ്ങളിപ്പം നല്ലൊരു മലയുടെ മുകളിൽ വന്നിട്ട് ഒരു ചെറിയ ട്രക്കിംഗ് റോഡ് ഇറങ്ങിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കയറി വരാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. നല്ലൊരു ക്ലീനായിട്ടുള്ള റോഡോ കാര്യങ്ങളൊന്നും അല്ല. ചിറ്റാറ്, സിഗത്തോട്, അതിനുശേഷം ഗുരുനാഥൻ മണ്ണ് ഏരിയയിലൂടെയാണ് നമ്മൾ വന്നത്. ആ വന്ന വഴികളൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ആന വരത്തില്ലല്ലോ അല്ലേ? ആനയുണ്ടോ ഇവിടെ? ഞങ്ങൾ ഈ വഴിയാണ് ഇറങ്ങി വന്നത്. ഇത് ഗുരുനാഥൻ മണ്ണ് കഴിഞ്ഞതിന് ശേഷം കുന്നം വഞ്ചിപ്പടി എന്ന് പറയുന്നൊരു ഏരിയയാണ്. ഇതേ റൂട്ട് വഴി തന്നെയാണ് നമ്മൾ ആലുവാങ്കുടി ക്ഷേത്രത്തിലേക്ക്, പ്രസിദ്ധമായ ആലുവാങ്കുടി ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ശരിക്കും നല്ലൊരു പ്ലേസാണ്. ഇവിടെ ചെറിയൊരു വിളക്കൊക്കെ കത്തിക്കുന്ന സ്ഥലം കാണാം. നമ്മളീ പോകുന്ന വഴിക്ക് തന്നെയാണ് വിളക്ക് കത്തിക്കുന്ന ഒരു സ്ഥലം. ചെറിയൊരു തറയൊക്കെ കെട്ടി ഉണ്ട്. നമ്മളതിലേക്ക് ഇറങ്ങുന്നോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ എവിടെ പോയെന്ന് കാണുന്നില്ല. 2 പേരെൻ്റെ കൂടെ ഉണ്ടായിരുന്നു. 2 വഴിയായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. എന്തുവായാലും ഞാൻ ലെഫ്റ്റ് സൈഡിലോട്ട് പിടിക്കുകയാണ്. അവരാ വഴിയാണോ പോയത്, ഈ വഴിയാണോ പോയെന്നോ ഒരു പിടിയും കിട്ടുന്നില്ല. ഞാനിങ്ങനെ ഒരാളും ചോദിക്കാനോ പറയാനോ ഒന്നുമില്ല. ഏതായാലും ഞാൻ ലെഫ്റ്റ് സൈഡ് തന്നെയാണ് തിരിഞ്ഞത്. ഞാൻ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഏകദേശം നമ്മുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ റൂട്ട് തന്നെ ആകാനാണ് ചാൻസ്. നേരെ വളവ് ചാടി ഇങ്ങോട്ട് വന്നപ്പോൾ നിന്നത് ആ പശുവാണ്. നല്ല കറുപ്പും. ഒറ്റയടിക്ക് പേടിച്ചു പോയി. അടുത്ത് ചെന്നപ്പോഴാണ് കാണുന്നത്. പെട്ടെന്ന് ഈ ഒരു ടെൻഷൻ, കാടിനകത്തല്ലേ, കാട്ടുപോത്താന്ന് പേടിച്ചു പോയി. പക്ഷെ കാട്ടുപോത്തല്ല. ജീപ്പ് കിടപ്പുണ്ടല്ലോ, അവരോട് ചോദിക്കടാ. ഒരു ജീപ്പൊക്കെ ഇവിടെ കിടപ്പുണ്ട്. റൂട്ടൊന്നും തെറ്റിയിട്ടില്ല, കറക്റ്റ് പ്ലേസ് തന്നെ നമ്മളെത്തി.
കാടിൻ്റെ നടുക്ക് നല്ലൊരു സ്ഥലം. ഞാനിനി നിങ്ങളെ വ്യൂസ് അങ്ങോട്ട് കാണിച്ചു തരാം. എന്തിനു വേണ്ടിയാണ് നമ്മളിവിടെ വന്നത്, എന്ത് കാണാൻ വേണ്ടിയാണ് വന്നത് എന്ന് ഞാൻ നേരിട്ട് തന്നെ കാണിച്ചു തരാം. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു കൊച്ചു ബിരുദനും കൂടെ ഉണ്ട്. അവനാണ് ഫ്രണ്ടിൽ ഞങ്ങളെ നയിക്കുന്നത്. സായിച്ചേട്ടോ ഉണ്ടല്ലോ അവിടെ. നിങ്ങൾ ഇത്രയും നേരം കാണാൻ ആകാംക്ഷയോടെ കാത്തിരുന്നത് ഇതാ ആ കാണുന്ന സ്വർഗമാണ്. ശരിക്കും സ്വർഗം തന്നെയാണ്. നമ്മുടെ സജിച്ചേട്ടൻ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഉള്ളിൽ കിടന്ന ഒരു ഇത് തന്നെയാണ് സംഭവം. അദ്ദേഹം ഇങ്ങനെ ഒരു ഐഡിയയിലേക്ക് ചെയ്തത്. നല്ലൊരു ഏർമാടം, നല്ലൊരു പ്രകൃതിയുടെ അനുസരിച്ച് അദ്ദേഹം ചെയ്തു വച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇത്രയും നേരം ആകാംക്ഷയോടെ കാത്തിരുന്ന സ്ഥലം ഞാൻ കാണിച്ചു. ഇത് എന്തോ ഒരു ഹെറിറ്റേജ് വില്ലേജോ എന്തോ പറയണത് എനിക്കറിയത്തില്ല. ഏറുമാടം എന്ന് ഞങ്ങളുടെയൊക്കെ സാധാരണ ഭാഷ വലിയ സൈജാണ്. ഈ ഒറ്റ മരത്തിലാണ് ഇത് പണിഞ്ഞു വന്നിരിക്കുന്നത്. ഞാൻ അതിൻ്റെ അതൊക്കെ നിങ്ങളെ കാണിച്ചായിരുന്നു. ഈ ഒറ്റ മരത്തിലാണ്, കടമരമല്ലേ, കടമരത്തിലാണ് പണിഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സൃഷ്ടാവ് ഈ നിൽക്കുന്ന സാധാരണപ്പെട്ട ഒരു കൃഷിക്കാരൻ ആണ്. നേരത്തെ KSEBിലായിരുന്നു. സജിച്ചേട്ടൻ എന്നാണ് പേര്. സജിച്ചേട്ടൻ എന്താണ് ഇത് പണിയാൻ ഇങ്ങനെ ഒരു മനസ്സിൽ തോന്നുന്നത്? പെൻഷൻ പറ്റിക്കഴിഞ്ഞപ്പോഴേ നമുക്കിപ്പം കുറെ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ കൃഷിയൊക്കെ ചെയ്യാന്നുള്ളൊരു രീതി വന്നതാണ്. അത് നമ്മുടെ ആരും അല്ലാണ്ട് ഇത് ടൂറിസ്റ്റ് ഉദ്ദേശിച്ചില്ല. കൃഷിയെ സംബന്ധിച്ചൊക്കെ ഞങ്ങൾക്ക് വന്ന് എല്ലാവർക്കും കുടുംബമായിട്ട് താമസിക്കണം, കൃഷിയൊക്കെ നോക്കണം. ഞങ്ങളുടെ വല്യപ്പന്മാരൊക്കെ പണ്ട് കുടിയേറ്റക്കാരായിരുന്നു. അപ്പൊ അവര് വന്ന് അവരും ഇതുപോലെ ഏറുമാടമൊക്കെ കിട്ടി ഞങ്ങളെ വളർത്തിയില്ലേ. അപ്പൊ അതിന്റെ ഒരു ഇത് വെച്ച് ഞാൻ നമ്മളൊരു വീടായിട്ട് അങ്ങ് പണിത്. മറ്റേന്ന് പറഞ്ഞാൽ മുളയിലൊക്കെ ചെയ്തോണ്ടിരുന്നു വല്യപ്പന്മാരൊക്കെ. ഇപ്പൊ നമ്മൾ വന്നപ്പം ഞങ്ങളൊരു വിശാലമായ തടിയും സൗകര്യമൊക്കെ പണിയാനുള്ള സൗകര്യം കിട്ടി. അതുകൊണ്ട് ഒരു വീട് പോലും നമ്മൾ എല്ലാ സംവിധാനങ്ങളും അതൊക്കെ നമ്പരൊക്കെ കറണ്ടൊക്കെ എടുത്ത് അപ്പൊ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ വീട് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ടൂറിസ്റ്റ് പ്ലേസോ അല്ലാതെ കാര്യങ്ങളോ ഒന്നുമല്ല. അങ്ങനെ പക്ഷെങ്കിൽ നമ്മളവിടെ കമ്പനിയുള്ള കൂട്ടുകാരും വരും, വന്നതിലൊക്കെ താമസിക്കും. കൂട്ടുകാർക്കൊക്കെ പരിചയമുള്ള ആൾക്കാർക്ക് ഞങ്ങൾ ഇവിടെ താമസിച്ചിട്ടേ അപ്പം പോകുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു വിശേഷത്തിന് വേണ്ടിയാണ് ഞങ്ങൾക്ക് പെട്ടെന്നൊരു അവസരം വന്നപ്പോൾ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ടാണ് നിങ്ങളോട് ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത്. കാരണം ഈ അവസാനം ഈ ഒരു ക്ലൈമാക്സിലേക്ക് എത്താൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്, സ്കിപ്പ് ചെയ്തതെന്ന്. അപ്പം നമ്മൾ ഈ വിശേഷങ്ങൾ അറിഞ്ഞു. ഞാൻ കുറച്ചുകൂടെ വ്യൂസ് കാണിച്ചു തരാം. അതിന് ശേഷം നമുക്ക് സൈൻ ഔട്ട് ചെയ്യാം. അപ്പം നമുക്ക് ചെറിയ ഇതിൻ്റെ പരിസരങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ സൈജേട്ടാ വളരെ നന്ദി, ഇവിടെ വരാൻ പറ്റി, കാണാൻ പറ്റി. ഓക്കെ.
കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു. ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടറിഞ്ഞു. കാടിൻ്റെ ഒത്ത നടുക്ക് കാടിൻ്റെ ഒത്ത നടുക്കെന്ന് പറയുമ്പം ഫോറസ്റ്റ് ഏരിയ ഒന്നുമല്ല, അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭൂമി തന്നെയാണ്. ഇതിന് മുകളിലോട്ടാണ് കാട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഈ കാഴ്ചകളൊക്കെ കണ്ടു, നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് മനസ്സിലാക്കുന്നു. അപ്പം ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പം നന്ദി, നമസ്കാരം, ബൈ.